ഉം. രാജാസ് ഹോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് റോസ് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് ഓർക്കിഡ് റോസ് തന്നെയാണ്. ഓർക്കിഡ് റോസ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും കിട്ടൂല ഈ ഓർക്കിഡ് റോസ്, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ റേറ്റ് തന്നെ 160 രൂപ. നല്ല പ്ലാന്റൊക്കെ നല്ല വലിയ സൈസാണ്. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് 160 രൂപയ്ക്ക്. അതുപോലെ ഇനി അടുത്ത വേറെ റോസുകളെ നമുക്ക് പരിചയപ്പെടാം. അടുത്തത് ഡബിൾ ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു റോസാണ്. ആ റോസ് ഉണ്ട്, ഒരു റോസിൽ തന്നെ പല പല കളറാണ്. ഇത് പൂ വിരിയുമ്പം ഈ 2 കളറായിട്ട് വരും. പിന്നെ അത് നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് മാറും. അങ്ങനെ ഒരു ചെടിയിൽ തന്നെ 2-3 കളർ പൂ നിൽക്കുന്ന ഒരു നല്ല റോസാണ്. അതിൻ്റെ റേറ്റ് 125 രൂപയാണ് ഞങ്ങളിപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി അടുത്ത റോസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് കാശ്മീരി റോസാണ്. കാശ്മീരി റോസ് എല്ലാവർക്കും അറിയാലോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് കാശ്മീരി റോസ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ്. അത് മദർ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റാണ്. 125 രൂപയാണ്. നിറച്ച് ഫ്ലവർ പിടിക്കുകയും വലിയ കെയറിങ് ഇല്ലാതെ, സാധാരണ റോസിന് നല്ല കെയറിങ് വേണമല്ലേ, ഇത് അതുപോലെ വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് കാശ്മീരി റോസ്. 125 രൂപ. വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ്, വലിയ പ്ലാന്റാണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത്. 125 രൂപ ആണ് കാശ്മീരി റോസിൻ്റെ റേറ്റ്. പിന്നെ അടുത്ത ഒരു വേറെ റോസ് ഉണ്ട്, അതിനെ നമുക്ക് പരിചയപ്പെടാം. അടുത്ത സെയിലിനുള്ളത് അടുത്തത് താജ്മഹൽ എന്ന് പറഞ്ഞൊരു റോസാണ്. വലിയ ഫ്ലവറിൻ്റെ റോസാണ്. അതിൻ്റെ റേറ്റ് 130 രൂപയാണ്. വലിയ പ്ലാന്റാണ്, മദർ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മൂടൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഒരുപാട് പഴക്കമുള്ള റോസാണ്. ഈ റോസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ്. അതിൻ്റെ ഫ്ലവർ കൂടി കാണിക്കാം. ഇതാണ് താജ്മഹൽ റോസ്. വലിയ ഫ്ലവറാണ്, നല്ലൊരു ചെമ്പരത്തി പൂവിനേക്കാളും വലിപ്പം വരുന്ന ഒരു റോസാണ്. 130 രൂപ താജ്മഹൽ. അതിൻ്റെ തന്നെ ഓറഞ്ച് റോസ് ഉണ്ട്, അതേ കളറിൽ തന്നെ. അടുത്ത സെയിലായിട്ടുള്ളത് അതും അത്യാവശ്യം വലിയ മദർ പ്ലാന്റുകളാണ്. വലിയ ഫ്ലവറിൻ്റെ വെള്ള റോസ്, പിന്നെ അതിൻ്റെ തന്നെ മഞ്ഞ, അതിൻ്റെ തന്നെ ഓറഞ്ച്, പിന്നെ വയലറ്റ് റോസാണ്. നല്ല മണമുള്ള റോസാണ്, മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയും. ആ റോസ് ഉണ്ട്, അത് 130 രൂപ നമ്മൾ ഇപ്പോൾ പ്രാവശ്യം സെയിലിന് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇനി ഒരു വള്ളി റോസ്, റെഡ് വള്ളി റോസ് കാണിക്കാം. അതും അത്യാവശ്യം വലിയ പ്ലാന്റാണ്. 140 രൂപയുടെ റോസാണിത്. വള്ളി റോസാണ്. നമുക്ക് നല്ലപോലെ നമുക്ക് ആർച്ച് പോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റോസാണ് ഇത്. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനുള്ളത്. അടുത്തൊരു റോസിൻ്റെ ഒരു കോംബോയാണ്. ആ കോംബോയിൽ ഒന്നാമത് കാണിക്കുന്നത് ബട്ടർഫ്ലൈ റോസ്. നല്ല ഭംഗിയുള്ള നല്ല ഡിമാൻഡുള്ള ഒരു റോസാണ് ബട്ടർഫ്ലൈ റോസ്. പിന്നെ കാണിക്കുന്നത് പിന്നെ ഉള്ളത് ഒരു യെല്ലോ, ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു യെല്ലോയും ഓറഞ്ചും കൂടി ചേർന്ന ഒരു റോസ്. പിന്നെ സെന്റിമെന്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു റോസ്. അങ്ങനെ 3 നല്ല മനോഹരമായ റോസുകളാണ് ഇപ്പോഴത്തെ കോംബോയിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും കോംബോ ഇടുന്നത്, നമുക്ക് വിഷുവിനൊന്നും കോംബോ ഇടാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കോംബോ വൈകിയാണെങ്കിലും കോംബോ ഇട്ടത്. ഈ 3 റോസും കൂടി 200 രൂപയാണ് റേറ്റ്. 200 രൂപ, 50 രൂപ കൊറിയർ ചാർജ് വരും. അങ്ങനെ 250 രൂപയാണ് ഈ 3 റോസിനും കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത്. 250 രൂപ. എൻ്റെ വീഡിയോ കാണുന്നവർ ഒരുപാട് പേര് നേരത്തെ കണ്ടിരുന്നവർ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയാറുണ്ട്, അവർക്ക് വീഡിയോ ഇടുന്നത് അറിയുന്നില്ല എന്ന്. അപ്പോൾ എല്ലാവരും ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടോന്ന് ഒന്ന് ബെൽ ഐക്കണും കൂടെ അമർത്തിയിട്ടുണ്ടോന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചോളണേ. കാരണം ഒരുപാട് പേര് അല്ലാതെ തന്നെ രാജാസ് ഹോം ഗാർഡൻ അടിച്ച് കയറുമ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്, ഇന്നലെയും കൂടെ എന്നെ 2-3 പേര് വിളിച്ചിട്ട് പറഞ്ഞു. അതുപോലെ എല്ലാ ദിവസവും വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഞാൻ ആഴ്ചയിൽ 2-3 വീഡിയോ ഇടുന്നുണ്ട്, പിന്നെ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എന്തെങ്കിലും ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. 2-3 പ്രാവശ്യം ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നത് തന്നെ, ജൈവവളം എന്തെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രമേ മാസത്തിൽ ഒരു പ്രാവശ്യം DAP കൊടുക്കാവുള്ളൂ. പിന്നെ റോസിന് നിർബന്ധമായിട്ടും നമ്മൾ എക്സോഡെക്സോ കോൺഫിഡോറോ പോലുള്ള കുരുടിപ്പിനുള്ള ഫംഗിസൈഡ് എന്തെങ്കിലും അടിക്കണം. അതിനകത്ത് നമ്മൾ വേപ്പെണ്ണ അതൊന്നും വെച്ചുകൊണ്ടിരുന്നാൽ റോസ് നിൽക്കൂല, നശിച്ചു പോവും.
റോസിന് കുരുടിപ്പ് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരുന്നടിക്കണം. കുരുടിപ്പ് ഇല്ലെങ്കിൽ എല്ലാ ആഴ്ചയും മരുന്നടിക്കണം. അടുത്ത് ഇത് നമ്മളെ കയ്യിൽ ഒരുപാട് പേര് വളം ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വളം എടുത്തു. നഴ്സറിക്കാർ യൂസ് ചെയ്യുന്ന ഒരു വളമാണ് ഇത്. ഫ്ലവറിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ വേരുകൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഫ്ലവർ ഇടാനും ഒക്കെ പറ്റിയ ഒരുപാട് NPK അടങ്ങിയ NPK ചേർന്നിട്ടുള്ള ഒരു വളമാണ് ഇത്. പിന്നെ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതിൽ നിന്ന് ഒരു സ്പൂണ് ഉപയോഗിച്ചാൽ ചെടി നല്ല കരുത്തോടുകൂടി വളരുകയും ഫ്ലവർ നന്നായിട്ട് ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു വളമാണ് ഇത്. 95 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഇതും ഇപ്പം നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് വളം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വളം എടുത്തത്. അപ്പോൾ ഇതും ആവശ്യക്കാർ പറഞ്ഞാൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. അപ്പോൾ ഇത് മറന്നു പോവാതെ സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.